തനിക്കെന്താ? നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? അയ്യടാ, ഇത് തൻ്റെ വീടല്ല. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ നിൽക്കും. താൻ എന്തോ ചെയ്യും? അഞ്ജലിയുടെ വാക്കുകൾ കേട്ട് ശിവക്ക് ദേഷ്യം വന്നു. ഒപ്പം അവിടെ നോട്ടം കൂടെ സഹിക്കാൻ വയ്യാതെ അവൻ വേഗം മുഖം തിരിച്ചു. ഈ റൗഡീസൊന്നും ചിരിക്കില്ലേ? അഞ്ജലിയുടെ ചോദ്യം കേട്ട് ശിവ അവളെ തുറിച്ചു നോക്കി. അത് കണ്ടപ്പോൾ അഞ്ജലിക്ക് പേടിയൊന്നെങ്കിലും അവൾ പിടിച്ചിരുന്നു. അല്ല, താൻ ചിരിക്കുന്ന ഞാനിതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നമ്പ്യാരുടെ മോൾക്ക് പ്രത്യേകിച്ച് ഒരു പണി ഇല്ലാത്തതുകൊണ്ടാണോ ആരെങ്കിലും ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടക്കുന്നത്? മോള് പോയി ഇത് കഴുകി വെക്ക്. അഞ്ജലിയുടെ കയ്യിലേക്ക് കാപ്പി പിടിച്ച ഗ്ലാസ് വെച്ച് കൊടുത്തുകൊണ്ട് ശിവ അകത്തേക്ക് പോയി. അഞ്ജലി ചുണ്ടുകൂട്ടി അവൻ പോയ വഴിയെ നോക്കി നിന്നു. ശിവ വരുന്നുണ്ടതും ഡാനി വേഗം സ്ഥലം വിട്ടു. ഗ്ലാസ് പിടിച്ച് നിൽക്കുന്ന അഞ്ജലിയുടെ അടുത്തേക്ക് അത് ഓടി വന്നു. അവിടെ തലക്കൊരു കൊട്ടുകൊടുത്തു. എന്താണ് പട്ടി? എങ്ങനെയെങ്കിലും വളക്കാൻ നോക്കാതെ അവൾ ചിരിക്കാത്തതിന് കാരണം വെച്ച് പോയിരിക്കുന്നു. ശാവം. അത് പിന്നെ പെട്ടെന്ന് ഐ ലവ് എന്നൊക്കെ പറയാൻ പറ്റുമോ? മാത്രമല്ല, അങ്ങനെ പറഞ്ഞവൾ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ പൊന്നുമോളുടെ പ്ലാൻ എന്താ? അടുത്ത മാസം കല്യാണമാണ്. അതിന് മുന്നേ എന്തെങ്കിലും ആവുമോ? നീ കണ്ടോ ഗൗതം, അടുത്ത മാസം എൻ്റെ കല്യാണമായിരിക്കും. പക്ഷേ ചെക്കൻ ഇതിനല്ല, എൻ്റെ റൗഡിക്കുട്ടനായിരിക്കും. നടന്നാ കാണാം. അവൻ അത്ര പെട്ടെന്ന് നടക്കും തോന്നില്ല മോൾ അഞ്ജൂസേ. അല്ല, നിനക്കിപ്പം എൻ്റെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്? കുറച്ച് മുന്നേ അവർ ഈ ആവേശം കണ്ടില്ലല്ലോ. അത് പിന്നെ ശിവ എൻ്റെ അളിയനായ ഗുണ എനിക്കും കൂടി അല്ലേടി വന്നേ. ഗൗത അവിടെ താടിൽ പിടിച്ച് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അഞ്ജലിയുടെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു ഗൗത അവിടെ കൂടെ നിന്ന്. അവിടെ എല്ലാത്തിനും കൂടെ നിന്നിട്ടുള്ള ഗൗതം ഇതിനവിടെ കൂടെ തന്നെ നിൽക്കും. അഞ്ജലി ശിവ കുടിച്ച കപ്പിലേക്ക് നോക്കി. അതിൻ്റെ അടിയിൽ അവശേഷിച്ച കാപ്പി അവൾ ചുണ്ടോട് ചേർത്തു. മിഴികളടച്ച് അവൾ അത് നുകർന്നു. അത് കണ്ട് ഗൗതം മന്ദം വിട്ടു. തുടങ്ങി മോളെ, പ്രണയത്തിൻ്റെ അസ്ഥിത തുടങ്ങി. ഇനി ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. അഞ്ജലി ഗൗതം പറയുന്നിട്ട് നാളത്തോടെ അകത്തേക്ക് ഓടി. അഞ്ജലിയുടെ സന്തോഷം കണ്ട് ഗൗതം ചിരിച്ചു. അവളുടെ മനസ്സിൽ ശിവയോട് പ്രണയമുണ്ടെങ്കിൽ ആ പ്രണയം അവൾക്ക് നേടിക്കൊടുക്കാൻ താൻ എന്തിനും കൂടെ നിൽക്കുമെന്ന് ഗൗത നിമിഷം തീരുമാനിച്ചു. അമ്മുവിന് അഞ്ജലിയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അവൾ അഞ്ജലിയെ നോക്കി തന്നെ ഇരിക്കുമായിരുന്നു. അഞ്ജലി ഹാളിലേക്ക് വരുന്ന കണ്ടതും അമ്മ അവളുടെ അടുത്തേക്ക് പോയി. അഞ്ജലി അമ്മുവിനെ കണ്ടത് കെട്ടിപ്പിടിച്ചു. അമ്മുസേ, സുഖാണോടി? പറയുന്നത് കേട്ടാ തോന്നും കണ്ടിട്ട് ഒരുപാട് ദിവസമായിരുന്നു. നമ്മൾ ഇന്നലെയല്ലേ കണ്ട്? അമ്മ പറയുന്ന കേട്ട് അഞ്ജലി ചിരിച്ചു. അവളെയും കൊണ്ട് അഞ്ജലി അവളുടെ മുറിയിലേക്ക് പോയി. പോകുമ്പോൾ ശിവയെ ഒളിയിട്ട് നോക്കാൻ അവൾ മറന്നില്ല. അമ്മ അത്ര വലിയ വീടും അഞ്ജലിയുടെ മുറിയെല്ലാം കണ്ട് കണ്ണുമിഴിച്ചു. ഇത്ര വലിയ വീട്ടിൽ ചേച്ചി എന്തിനാ ശിവേട്ടൻ്റെ കൂടെ അവിടെ ഒന്ന് താമസിച്ചല്ല, താമസിപ്പിച്ചതാ. എന്തിന്? അതൊക്കെ പിന്നെ പറയാം, ഒരുപാട് പറയാം. ഷാലിനിക്ക് വേണ്ടിയാണ് തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞാൽ അമ്മുവിന് സങ്കടമായാലും തോന്നിയാണ് അഞ്ജലി അപ്പോഴൊന്നും പറയാതിരുന്നത്. കുറച്ച് ദിവസം കൊണ്ട് തന്നെ അമ്മ ഒരു പാവാണെന്ന് അഞ്ജലിക്ക് മനസ്സിലാക്കിയിരുന്നു. കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്ന് അവർ താഴേക്ക് പോയി. ഷാലിനിയെ അജയും വൈകുന്നേരം വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലക്ഷ്മി ഇറങ്ങാൻ തുടങ്ങി. രമേശ് പിന്നെ അങ്ങോട്ട് വന്നേയില്ല. ഭക്ഷണം കഴിച്ച് പോകാമെന്ന് രാധ പറഞ്ഞെങ്കിലും ശിവ സമ്മതിച്ചില്ല. ഇറങ്ങാൻ നേരം രാധ അവരെ സന്തോഷത്തോടെ യാത്രയാക്കി. പുറകിൽ നിൽക്കുന്ന അഞ്ജലിയുടെ കണ്ണുകൾ ശിവയിൽ തന്നെ ആയിരുന്നു. മുന്നേ ഇറങ്ങിപ്പോകുന്ന ശിവയെ അഞ്ജലി പരിസരം പോലും മറന്ന് നോക്കി നിന്നു. ബൈക്കിൽ കയറിയിരുന്ന ശിവ കണ്ണാടിയിൽ കൂടെ അഞ്ജലിയെ കണ്ടു. അവളുടെ മിഴികൾ തനിക്ക് നേരെയാണെന്ന് കണ്ടതും അവൻ വേഗം നോട്ടം പിൻവലിച്ചു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്പീഡിൽ പാഞ്ഞു പോകുന്ന ശിവയെ നോക്കി ഡാനി ജീപ്പിൽ കയറി. ചിരിച്ചുകൊണ്ട് ഡാനി മനസ്സിൽ പറഞ്ഞു, നീ എത്ര ദിവസം ഒളിപ്പിച്ചു വെക്കുന്നു? എനിക്കൊന്ന് കാണണം. അവരെല്ലാം പോയതും അഞ്ജലി വേഗം മുറിയിലേക്ക് പോന്നു. അവൾ ബെഡിൽ കമിഴ്ന്നു കിടന്നു. മനസ്സിൽ ശിവയെ കണ്ട സന്തോഷവും ഒപ്പം എന്തൊക്കെയോ സങ്കടങ്ങളുമായിരുന്നു. അങ്ങോട്ട് വന്ന ഗൗതം അവളുടെ അടുത്ത് മലർന്നു കിടന്നു. ഇനി കോളേജിൽ പോകുന്നില്ല നീ? നിനക്കറിയാലോ, ഇവിടുന്ന് പോയി വരാനുള്ള ദൂരമുള്ളെങ്കിലും ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ അവിടെ പോയാലും സന്തോഷം കിട്ടുമെന്ന് തോന്നുന്നില്ല. എൻ്റെ മൈൻഡാകെ ഡിസ്റ്റർബാണ്. പിന്നെന്താ ചെയ്യുന്നത്? അഞ്ജലി എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയിലെ തറയിലുള്ള ബീൻ ബാഗ് സോഫയിലിരുന്നു. ഗൗതം ചെറിഞ്ഞിരുന്ന അവളെ തന്നെ നോക്കി. ഞാൻ റൗഡിയോട് എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞാലോ? വാട്ട്? ഗൗതം ഞെട്ടി എഴുന്നേറ്റിരുന്നു. അഞ്ജലി അത്ര പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ഗൗതം കരുതിയിരുന്നില്ല. അതേ ഗൗതം, എനിക്ക് റൗഡിയെ നഷ്ടപ്പെടാൻ വയ്യ. അവനിൽ ആ ശ്വാസം മുട്ടുന്ന പോലെ. അവനെ കണ്ട് ദിവസങ്ങളെ ആയിട്ടുള്ളെങ്കിലും അവൻ്റെ കൂടെ ഒരുപാട് നാൾ കഴിഞ്ഞ പോലെ തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള അവനോട് പറയണം. ഗൗതം അവൾ സംസാരിക്കുമ്പോൾ അവിടെ അരികിലേക്ക് നടന്നു വന്നിരുന്നു. അവൻ അവിടെ അരികിലിരുന്നു. അഞ്ജു, ശിവ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ? ഗൗതം ചോദിച്ചു. അഞ്ജലിയുടെ മുഖം വാടി. അവൾ തലയാഴ്ത്തിയിരുന്നു. അവളുടെ അടുത്ത് ഉത്തരവുണ്ടായിരുന്നില്ല. ശിവ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്നൊരു ചിന്ത അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നവൻ ശരി. കാരണം അവൾ അവളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ച്. അവളുടെ ഇഷ്ടത്തെക്കുറിച്ച്, അവളുടെ പ്രണയത്തെക്കുറിച്ച് മാത്രം. വാതിൽ മുട്ടിയേട്ടതും അഞ്ജലി എഴുന്നേറ്റു. രമേശ് മുറിയിലേക്ക് കയറി വന്നതും ഗൗതം എഴുന്നേറ്റ് അഞ്ജലിയെ നോക്കി മുറിയിൽ നിന്നും പോയി. രമേശ് അഞ്ജലിയുടെ അടുത്ത് വന്ന് അവളുടെ മുടിയിൽ പതിയെ തലോടി. അഞ്ജലി ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി. നിനക്ക് പപ്പയോട് ദേഷ്യമുണ്ടോ? ഇല്ല, അഞ്ജലി പറഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. കാരണം രമേശ് അങ്ങനെയെല്ലാം ചെയ്തിരുന്നില്ലെങ്കിൽ
തനിക്ക് ശിവയെ കാണാൻ കഴിയില്ലായിരുന്നു എന്നാണ് അഞ്ജലി കരുതിയത്. ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വന്നാ. എന്നെ നിതിൻ ഒരുപാട് തവണ വിളിച്ചിരുന്നു, നിന്നെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. രമേശ് പറയുന്ന കേട്ട് അഞ്ജലി ഞെട്ടി. അവൾ മറുപടി നൽകാതെ അതേ നിൽപ്പ് നിന്നു. നടന്നൊന്നും അവൻ അറിഞ്ഞിട്ടില്ല, ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ഫോൺ കംപ്ലൈൻ്റ് ആണെന്നാ പറഞ്ഞു. മോളങ്ങനെ പറഞ്ഞേക്ക്. രമേശ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തിരിഞ്ഞടന്നു. വാതിൽക്കിലെത്തിയതും രമേശ് വീണ്ടും അഞ്ജലിയുടെ നേരെ തിരിഞ്ഞു. പിന്നെ ഇനി കോളേജിലൊന്നും പോകണ്ട, കല്യാണം കഴിഞ്ഞ് അമേരിക്ക പോയില്ലേ, ബാക്കിയൊക്കെ അവിടുന്ന് പഠിക്കാം. രമേശ് പോയതും അഞ്ജലി തളർച്ചയോടെ ഇരുന്നു. അവളുടെ മനസ്സിൽ സംഘർഷം നടന്നു. ഒരു ഭാഗത്ത് ഒരു തെറ്റും ചെയ്യാത്ത നിധി, പക്ഷെ അവനോട് ഇതുവരെ തനിക്ക് ഇങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല. ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ പോലും സന്തോഷം ഉണ്ടായിട്ടില്ല. മറുഭാഗത്ത് ദിവസങ്ങൾ കൊണ്ട് തന്റെ ഹൃദയം കവർന്നെടുത്ത ശിവ. അവനിനി മറക്കാൻ കഴിയില്ല. ജീവിക്കണമെന്ന് കൊതിക്കുന്നതന്നെ അവന്റെ കൂടെയാണ്. രമേശ് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഗൗതം വീണ്ടും അഞ്ജലിയുടെ അടുത്തേക്ക് വന്നു. അഞ്ജലി ഗൗതം വന്നത് ശ്രദ്ധിക്കാതെ ചിന്തയിൽ തന്നെ ആയിരുന്നു. എന്തേ അങ്കിള് പറഞ്ഞ്? ഗൗതം പ്ലീസ്, എനിക്കാകെ പ്രാന്ത് പിടിക്കുന്നു, എന്താ ഞാൻ ചെയ്യണ്ടേ? ഗൗതം അവിടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അവിടെ രണ്ട് കൈകളും അവന്റെ കൈകൾക്കുള്ളിൽ വെച്ച്. നിന്റെ മുന്നിൽ രണ്ട് ഓപ്ഷനുണ്ട്. ഒന്ന്, നിതിനെ കല്യാണം കഴിച്ച് നിന്റെ വീട്ടുകാരുടെ ഇഷ്ടം പോലെ കഴിയുക, പക്ഷേ അവിടെ നിനക്ക് സന്തോഷം ഉണ്ടാവില്ല. രണ്ടാമത്, നിന്റെ സന്തോഷം നോക്കി ശിവയുടെ കൂടെ ജീവിക്കാം, പക്ഷേ അവിടെ നിനക്ക് നിന്റെ ഫാമിലി ഉണ്ടാവില്ല. അഞ്ജലി ഗൗതമിനെ ദയനീയമായി നോക്കി. പക്ഷേ മെയിൻ പ്രശ്നം ഇതൊന്നുമല്ല ശിവ, അവനറിയില്ല നിന്റെ ഇഷ്ടം. അവന് നിന്നോട് ഇതേ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ, അല്ലെങ്കിൽ നിനക്ക് ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അഞ്ജലി ദേഷ്യത്തോടെ മുഖം കുടഞ്ഞു. മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നതിന്റെ ടെൻഷൻ അവളുടെ മുഖത്തുനിന്ന് വ്യക്തമായി. നിന്റെ കൂടെ എന്തിനും ഞാനുണ്ട്, നിന്റെ സന്തോഷം അത് മാത്രമാണ് എൻ്റെ സന്തോഷം. ഗൗതം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അഞ്ജലി അവനെ കെട്ടിപ്പിടിച്ചു. ഗൗതം കൂടെ ഇല്ലെങ്കിൽ താനാകെ തളർന്നുപോയി എന്ന് അവൾ ഓർത്തു. ആദ്യം ശിവ അറിയിക്കണം നാളെ തന്നെ. അഞ്ജലി ഗൗതമിന്റെ നെഞ്ചിൽ കിടന്ന് പറഞ്ഞു. ഗൗതം മറുപടി പറഞ്ഞില്ല. ശിവയോട് അഞ്ജലി ഇഷ്ടം പറയുമ്പോൾ ഒരിക്കലും അവൻ സ്വീകരിക്കില്ലെന്ന് ഗൗതമിന് അറിയാമായിരുന്നു. എങ്കിലും അവൻ അഞ്ജലിയുടെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം അജയും ശാലിനിയും കൂടെ അവളുടെ വീട്ടിലേക്ക് പോയി. രമേശിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, എങ്കിലും അഞ്ജലി നിർബന്ധിച്ചപ്പോൾ അയാൾ അനുസരിച്ചു. ശാലിനിക്ക് വേണ്ടി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത അഞ്ജലിയായിരുന്നു. അവരെ പറഞ്ഞയച്ച അഞ്ജലി മുറിയിലേക്ക് വരുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നിതിനായിരുന്നു. അവൾ എടുക്കണോ വേണ്ടെന്ന് ആലോചിച്ചു. ഒടുവിൽ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഹലോ. ഏയ് അഞ്ജു, ഫുഡ് കഴിച്ചോ? എനിക്ക് കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു, അതായത് മെസ്സേജ് ഒന്നും. പ്രത്യേകിച്ച് എന്തെങ്കിലും? നോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അഞ്ജലി ഫോൺ കട്ടാക്കി ബെഡിലേക്ക് എറിഞ്ഞു. ഇവന്റെ കൂടെയാണ് ആയുഷ്കാലം കഴിയാൻ പോകുന്നത്. ഇല്ല അഞ്ജു, ഈ സ്ഥാനത്ത് നിന്റെ റൗഡിയായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് തെറിയെങ്കിലും കേൾക്കാം. അവനാണ് നിനക്ക് മാത്സ്. അവന് പഠിപ്പും പണമില്ലെങ്കിലും നല്ല മനസ്സുണ്ട്, അത് മാത്രം മതി എനിക്ക്. അവൾ സ്വയം പറഞ്ഞു. ചുണ്ടിൽ ഇളം ചിരിയോടെ ശിവയുടെ ബനിയൻ ഷെൽഫിലെടുത്തു. അതിലേക്ക് തന്നെ നോക്കി അവൾ ഇരുന്നു. ഞാൻ നാളെ വരും റൗഡി. അഞ്ജലിയുടെ ഹൃദയം ഈ റൗഡിയുടെ അടുത്താണെന്ന് ഞാൻ പറയും. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്വീകരിക്കില്ലേ നീ, അതോ എന്നെ വേണ്ടെന്ന് പറയൂ? അഞ്ജലി സ്വയം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ബനിയൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മിഴികളടച്ച്. ഇതേ സമയം പാറക്കല്ലുകൾക്ക് മുകളിൽ മദ്യക്കുപ്പി പൊട്ടിച്ചിതറി. ശിവ ഡാനിയുടെ നേരെ പാഞ്ഞെടുത്തു. പട്ടി, വെറുതെ ഇല്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. ഇല്ലാത്തോ? ഞാൻ കണ്ടതാ നീ അവളെ നോക്കുന്നു. പോരാതിന് രണ്ടുപേരും മാറി നിന്നോ സംസാരിച്ചല്ലോ. ഡാനി, നീ നിർത്തിക്കോ, ഇവിടെ വെച്ച് നിർത്തിക്കോ. നമുക്കിടയിൽ ആ പ്രശ്നം വേണ്ട. ശാലിനിയുടെ പ്രശ്നം ഇവിടെ തീർന്നു. ഇവിടെ പ്രശ്നം ശാലിനിയല്ല, അഞ്ജലിയാണ്. ഡാനിയിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ടവൻ നടന്നു. അവന്റെ അലസമായി കിടക്കുന്ന മുടി കാറ്റിൽ പറന്നു. കണ്ണുകൾ ചുവന്നിരുന്നു. ശിവൻ നെറ്റിയിലെ മുടിയൊതുക്കി ദൂരെ നോക്കി നിന്നു. ഡാനി അവന്റെ പുറകിൽ പോയി നിന്നു. എനിക്ക് അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാ നിന്റെ ഈ മാറ്റം. എന്താ നിന്റെ മനസ്സിൽ? അവളോട് വല്ലതും? ഡാനിയുടെ വാക്കിൽ കേട്ട് ശിവ ദേഷ്യത്തോടെ തലകുടഞ്ഞു. മറുപടി നൽകാതെ അവൻ അതേ നിൽപ്പ് തുടർന്നു. എന്നാൽ ഡാനി അവനെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ശിവയുടെ മനസ്സിലുള്ള അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ഡാനി ഉറപ്പിച്ചിരുന്നു. എന്തായാലും അവളോട് എൻ്റെ ഇഷ്ടം ഞാൻ തുറന്നു പറയാൻ പോവാണ്. ഇനി അവൾ സമ്മതിച്ചില്ലെങ്കിലും ഒരു രാത്രിയിൽ എനിക്ക് അവൾ വേണം. അവളെ കണ്ടപ്പോൾ ഡാനി പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ തന്നെ ശിവയുടെ കൈകൾ ഡാനിയുടെ കവിളിൽ പതിഞ്ഞിരുന്നു. കവിളിൽ കൈവച്ച് ഡാനി ശിവയെ നോക്കി. ശിവയുടെ ക്രോധം നിറഞ്ഞ മുഖം കണ്ടതും ഡാനിക്ക് ചിരിയാണ് വന്നു. ശിവയുടെ ഉള്ളറിയാൻ ഡാനി മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞതായിരുന്നു. അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ശിവ അവന്റെ മുഖത്തോട് മുഖടുപ്പിച്ചു. ഇനി അവളെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ തെറ്റായൊരു നോട്ടെങ്കിലും അവനെ നോക്കിയാലുണ്ടല്ലോ, ശിവയെന്ന് നിനക്കറിയാലോ. അവന് പുറകിലേക്ക് ഉന്തി ശിവ ബൈക്കെടുത്ത് പോയി. ഡാനി കവിളി ഒഴിഞ്ഞുകൊണ്ട് അവൻ പോയ വഴി നോക്കി നിന്നു. എന്നാലും ഇഷ്ടമാണെന്ന് സമ്മതിക്കരുത് കേട്ടടാ പന്നി. ഇതിനൊക്കെയുള്ള നീ അവളെ കെട്ടിയിട്ട് ഡാനി തരുന്നുണ്ട്. തിണ്ടി രണ്ട് പല്ല് പോയെന്ന് തോന്നുന്നു.
കാലമാണ് ഇത് എത്രാമത്തെ പല ഇളക്കുന്നത്. ഡാനി കവിളൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അടി കിട്ടിയതിന്റെ വേദനയേക്കാൾ ഡാനിക്ക് കൂട്ടുകാരന്റെ സന്തോഷമായിരുന്നു വലുത്. ഡാനി മനസ്സിൽ എന്തൊക്കെയോ കണക്കൂട്ടി. ഡാനി പേടിച്ചാണ് വീട്ടിലേക്ക് വന്നു. ശിവ ദേഷ്യത്തിൽ തന്നെയാണെങ്കിൽ വീണ്ടും അടികിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് അവൻ പതിയെ മുകളിൽ കയറി പോയി. അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശിവയെ കണ്ടതും ഡാനി ശ്വാസം വലിച്ചു. അവന്റെ ഭാവം ശാന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാനി ധൈര്യപൂർവ്വം അകത്തേക്ക് പോയി. ശിവയെ മൈൻഡ് ചെയ്യാതെ അവന്റെ അരികിൽ പോയിരുന്നു. ശിവ ഡാനി വന്ന് കണ്ടിട്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു. ബിരിയാണിയുടെ മണം വന്നു. ഡാനിയുടെ കൺട്രോൾ പോയി. അവൻ ശിവയെ ദയനീയമായി നോക്കി. ശിവ കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളെടുത്ത് പോയതും ഡാനി ദേഷ്യത്തിൽ മുഖം തിരിച്ചു. ഡാനി ബിരിയാണി കാണുന്ന ആദ്യമായിട്ടൊന്നല്ല. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ മനുഷ്യൻ ചത്തൊന്നും പോയില്ല. അവൻ ദേഷ്യത്തിൽ എഴുന്നേറ്റ് വയറ് തടവിക്കൊണ്ട് പറഞ്ഞു. ശിവ അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കുകയായിരുന്നു. അവന്റെ പാത്രത്തിൽ ബാക്കി നിലനിന്നതും ഡാനിക്ക് വീണ്ടും ദേഷ്യം കയറി. നീ അത് മുഴുവൻ തിന്നോടത്തേണ്ടി. ഒരു രാത്രി ഭക്ഷണം കഴിച്ചെന്ന് വെച്ച് മനുഷ്യൻ ചത്തൊന്നും പോയില്ലെന്ന് ഇവിടെ ആരോ പറഞ്ഞു. നിന്റെ അമ്മായിയപ്പൻ ആ നമ്പ്യാര്. ഡാനി പെരുവിറുത്തു. അവൻ പറഞ്ഞ് ശിവ കേട്ടിരുന്നില്ല. അവൻ പുറത്തിറങ്ങി പോകുന്നുണ്ട്. ശിവ ചിരി അടക്കി പിടിച്ചു. ഡാനി നേരെ പോയത് ലക്ഷ്മിയുടെ അടുത്തേക്കായിരുന്നു. അവൻ അകത്ത് കയറി നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ ലക്ഷ്മിയും ശാലിനിയും ഉണ്ടായിരുന്നു. അവനൊന്നും പറയാതെ ഒരു പ്ലേറ്റ് എടുത്ത് ബിരിയാണി വിളമ്പി സ്റ്റൂളിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി. അവന്റെ പ്രവൃത്തി കണ്ട് ലക്ഷ്മിയും ശാലിനി അന്തം വിട്ടു. നിനക്കുള്ളത് അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നല്ലോ. അവനത് മുഴുവൻ കഴിച്ചു. വായിൽ ബിരിയാണി നിറച്ചോട്ട് പറയുന്ന ഡാനി കണ്ട് ലക്ഷ്മി ചിരിച്ചു. അവന്റെ പാത്രത്തിൽ തീർന്നു ശാലിനി അവന് വീണ്ടും വിളമ്പി കൊടുത്തു. ഡാനി പിറുവിറുത്തു. നിന്റെ ചെക്കനെവിടെ? മുറിയിലുണ്ട്. പിന്നെ നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഓടി അങ്ങോട്ട്. ഡാനി അവളോടൊന്നും പറഞ്ഞു വിട്ടു. വയറു നിറയെ കഴിച്ചു കഴിഞ്ഞാൽ ഡാനി കൈ കഴുകി. പിന്നെ ലക്ഷ്മിയുടെ അരികിൽ വന്ന് നിന്നു. അവളുടെ സങ്കടമെല്ലാം മാറി. ഇനി അമ്മൊന്നും പേടിക്കണ്ട. അവരുടെ കവളിൽ തലോടി പറഞ്ഞുകൊണ്ട് ഡാനി നടന്നു. അവൻ മുകളിൽ വരുമ്പോൾ ശിവ കടന്നിരുന്നു. അവനെ നോക്കി ഡാനി കുളിക്കാൻ പോയി. ഡാനി ചോദിച്ചതും ഇന്ന് അഞ്ജലിയുടെ പെരുമാറ്റം എല്ലാം ഓർത്ത് കിടക്കായിരുന്നു ശിവ. കൈവിട്ടു പോകുന്ന മനസ്സിനെ പിടിച്ചെടുത്താൻ അവൻ നന്നായി പാടുവിട്ടു. എന്തൊക്കെ സംഭവിച്ചാലും താൻ ആഗ്രഹിക്കുന്നത് നടക്കരുതെന്ന് മാത്രം ഓർത്തുകൊണ്ട് അവൻ മിഴികൾ അടച്ചു. ഡാനി വന്ന് അവന്റെ അടുത്ത് കിടന്നു. കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഒരു കാമദേവൻ. നിന്റെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഡേറ്റ് കൊളാക്കുട തെണ്ടി കണ്ടോ നീ? പുതപ്പ് മുഖത്തേക്കിട്ട് ഡാനി ഉറങ്ങി. അപ്പോഴും ഉറക്കം വരാ ശിവ കിടക്കുന്നുണ്ടായിരുന്നു. കണ്ണടച്ചാൽ അഞ്ജലിയുടെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ണിറുക്കി അടച്ച് അവന് ഉറക്കം വരുത്താൻ ശ്രമിച്ചു. ഡി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന്. ഇതൊരു ചെറിയ വീടാണ്. ഈ മുറിയിലുള്ള അടുത്ത മുറിയിലേക്ക് കേൾക്കും. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പിന്നെ പറഞ്ഞാൽ മതി. നിലത്തേക്ക് പായ വിരിക്കുന്ന ശാലിനിയുടെ അടുത്ത് നിന്നു അജയ്. ശാലിനി പായ വിരിച്ചു കഴിഞ്ഞു അജയ് അതിൽ കിടന്നു. ശാലിനി അവനെ ദേഷ്യത്തിൽ നോക്കി. എണീക്ക്. ഇല്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ ഞാൻ എണീക്കില്ല. നിങ്ങൾക്ക് ശീലമില്ലാത്ത നിലത്ത് തണുപ്പടിക്കും. തണുപ്പടിച്ചാലും വേണ്ടില്ല, നീ അടിക്കാണ്ടിരുന്നാൽ മതി. വിജയ് പറയുന്നിട്ട് ശാലിനിക്ക് ചിരി വന്നു. അവളത് അവൻ കാണാതെ മറച്ചു വെച്ചു. ബെഡിലിരുന്നുകൊണ്ട് ശാലിനി അജയെ നോക്കി. നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ഇതൊന്നും നടന്നെന്നല്ലേ പറയാനുള്ളൂ. ശരി, ഞാൻ സമ്മതിച്ചു. ഇനി എണീക്ക്. അങ്ങനെ നീ സമ്മതിക്കണ്ട. സാവകാശം സമ്മതിച്ചാൽ മതി. ഞാൻ ഇന്ന് ഇവിടെ തന്നെ കിടക്കും. അജയ് ശാലിനിയുടെ കയ്യിൽ നിന്ന് പുതപ്പ് വലിച്ചുകൊണ്ട് കിടന്നു. ശാലിനി എന്ത് ചെയ്യുമെന്നറിയാതെ അതേ ഇരിപ്പ് തുടർന്നു. അജയ് ഉറങ്ങിയെന്ന് കണ്ടതും അവൾ അവൻ്റെ അരികിൽ കിടന്നു. കുറച്ചു കഴിഞ്ഞതും വയറിൽ എഴുന്ന പോലെ തോന്നി. ശാലിനി കണ്ണുറന്നു അജയ് അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടു. അവൻ ഉറക്കത്തിലാണെന്നറിഞ്ഞ് ആ കൈകൾ മാറ്റാതെ ശാലിനി അവനോട് ചേർന്ന് കിടന്നു. തുടരും. ആ പിന്നെ ഒരാളെ വിളിച്ചിട്ട് കുറെ ചീത്ത പറഞ്ഞു. ഒരു തമിഴൻ. ഞാൻ എനിക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ സമാധാനിപ്പിച്ചു. അയാള് ചോദിക്കാ, ഇന്ത മാതിരി പേസറത്തുക്ക് നീ ആരാടിന്ന്. ഞാൻ പറഞ്ഞു പൊണ്ടാട്ടിയാന്ന്. അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി.